7:45 AM. ചൂടുവെള്ളം ജീരകം വറുത്തിട്ട് തിളപ്പിച്ചത്. ഇവിടുത്തെ കാറ്റിന് ഞാനിപ്പം അഞ്ജുൻ്റെ വീട്ടിലുള്ളത്. ഞാൻ ഹോസ്റ്റൽ ഉണ്ടാകുമ്പോൾ ഇവളുടെ എണ്ണയാണ് തേച്ചുകൊണ്ടിരുന്നത്. ഞാൻ ട്രിപ്പ് കഴിഞ്ഞിട്ട് നേരെ ഓൾമോസ്റ്റ് എവറി ടൈം ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്കാണ് പോകുക. മസാജോ അങ്ങനെ എന്തെങ്കിലും ആസ് യൂഷ്വൽ. ഇപ്രാവശ്യം എന്തേ വന്നു എന്ന് വിചാരിച്ചാൽ നോർമൽ പെയിൻ എനിക്കൊന്നും ഉണ്ടായില്ല. എൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായില്ല. പക്ഷേ ഞാനൊന്ന് സ്ലിപ്പായിട്ട് വീണു. ഒരു പോത്തിനെ കണ്ടിട്ട് പാനിക്കായിട്ട് തിരിഞ്ഞിട്ട് ഒരു സ്ലിപ്പായി. അതെൻ്റെ ബാക്ക് അടിച്ച് ഒരു സൈഡ്. അപ്പോൾ എനിക്ക് ഒരു സൈഡ് പെയിൻ ഇല്ല, ഒരു സൈഡ് പെയിൻ ഉണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായത് വേറെ ഒരു പെയിൻ എനിക്കില്ല. ഇതുകൊണ്ട് മാത്രമാണ് എനിക്ക് പെയിൻ. എല്ലാ ദിവസവും എൻ്റെ അമ്മ അവിടെ ഓൾറെഡി ട്രീറ്റ്മെൻറ്റിലാണ്. എൻ്റെ എല്ലാ പ്രശ്നങ്ങളും എൻ്റെ അമ്മക്കുണ്ട്. എനിക്ക് ശരിയായിരുന്നു. ഞാൻ എൻ്റെ അമ്മേനെ അവിടെ ആക്കി കുളിച്ചിട്ട് കുളിച്ചു. സുഖം. ഈ ഡ്രസ്സ് പയ്യാൻ ഒരു സാൻഡി പൊട്ടിക്കുന്ന നല്ല സ്റ്റിച്ചിങ് ആയിരുന്നു. മോയ്സ്ചറൈസർ ഗെറ്റഡിപ്പിനായത്. ഇനി കുറച്ചും കൂടി ഇൻറ്റൻസായ മോയ്സ്ചറൈസർ വേണമെന്ന് തോന്നുന്നുണ്ട്. ഇപ്പം ഡീപ്പ് മോയ്സ്ചറൈസർ വേണ്ടി വരും. എന്തേ ഇവരുടെ ഗിഫ്റ്റ് ബോക്സിലാണ് ഞാൻ എൻ്റെ ഹൈറ്റ് കറക്റ്റ് ഇട്ടുള്ളത്. ഐ വിൽ ഷോ യു. റൊമാൻറ്റിക് കളറാ. ബുദ്ധിക്കും സദ്യക്കും സന്തോഷമേ. എനിക്ക് വേഗം പൊക്കോളം പറയും. ഇതിനെ പൂച്ച മന്തി കൊച്ചി പനമ്പള്ളിയിൽ ഒരു പൂച്ചനെ സ്നേഹിക്കാൻ പോയതാ. പൂച്ച നല്ല കൊടുത്ത് എന്നിട്ട് ഓടി. രക്ഷിക്കാൻ പോയതാ ഒരു പൂച്ചയുടെ. ആ പൂച്ച കാറില്ലെന്ന് പറഞ്ഞിട്ട് കാറിലിട്ടിട്ട് പൂട്ടി. പൂച്ച മാന്തി മാന്തല ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ബ്ലഡൊന്നും വന്നില്ല. അതുകൊണ്ടിപ്പം തീറ്റി പിന്നെ അതിന്റെ ഇഞ്ചക്ഷൻ എടുത്ത് നടക്കാൻ. 5 ഡ്രോപ്പ് മീ. വൈകുന്നേരം വരെ ഞാൻ അവിടെയാണ്. രാവിലെയും വൈകിട്ടൊക്കെ ലേബർട്ടി കിടക്കാനുണ്ട്. സാഡസ്റ്റ് പാത്ത് എന്ന് പറയുന്നത് ഈ റോഡാണ്. ഇതങ്ങന്നിട്ടൊരു 500 മീറ്റർ ഇങ്ങനെയാണ്. നമ്മൾ നടുവേനൊക്കെ ശരിയാക്കി വരുമ്പോഴേക്കും ഉണ്ടാവും തടിയും. ഇതാണ് ഏറ്റവും ഉണ്ടാക്കുക. ഞാൻ ഇവിടെ ട്രീറ്റ്മെന്റ് വന്ന കാലം മുതൽ ഇങ്ങനെയാണ് ഈ റോഡ്. ഉച്ചയായി. ഞാൻ ട്രീറ്റ്മെന്റിന് പോയിട്ട് വന്നു. ട്രീറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു കാലത്ത് വന്നിട്ടുണ്ട്. ജുന്റെ മാതാജി തന്നിട്ടാണ് കാണിച്ചത്. ശരിക്കും നോൺ വെജ് കഴിക്കാൻ പാടില്ല. പക്ഷേ ഇതിനപ്പുറം എന്ത് വേണം? ഇതൊക്കെ കൂടി കൊടുത്തിട്ടുണ്ട്. ചിരിച്ചോ. അമ്മ നമ്മൾ തിന്നോ? ഇപ്പം എല്ലാം വേണ്ടി നമുക്ക്. ആ അമ്മ എന്തായാലും അങ്ങനെയാണ്. ഇത് എന്താ ഒന്നിനും വരാത്തത്? പറയൂ. കൊറേ ആൾക്കാർ കമന്റ് ഇട്ടാണ്. എന്താ അച്ഛാ അച്ഛാ. കാഷ്യൂന്റെ ഒരു ഉണ്ടയാണ്. കുന്നത്ത് ഇവരുടെ ഒരു കുന്നത്ത് ഞാനൊരു ഷൂട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ. ഐസ്ക്രീം എന്നാലേ തുമ്മും. എന്നിട്ട് ഇവൻ ഒറ്റക്ക് കഴിക്കണം. ദുഷ്ടനായ ചെറുപ്പക്കാരൻ. എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? എൻ്റെ ഈ ചെരുപ്പ് ഞാൻ മഴയത്ത് ഇറന്ന ചെരുപ്പാണ്. ഇത് ബാറ്റയുടെ ഫ്ലോട്ട്സ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. നല്ല ചെരുപ്പാണ്. എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു ഫ്ലോട്ട്സിൻ്റെ ചെരുപ്പ് ഉണ്ടായിരുന്നു. കറക്റ്റ് സൈസിന് കിട്ടിയത് ഇതാണ്. സൈസ് 2. നല്ല ചെരുപ്പ്. നല്ല സുഖമാണ് ഇടാൻ. കണ്ടാ.